ഹായ് ഓൾ, എല്ലാവർക്കും ട്രിപ്പിൾ മെഡിസിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പോൾ ഇസഡ് ട്രാൻസ്ഫോമിനകത്ത് എന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നിന്ന് വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് അറിയാം ലാപ്ലേസ് ട്രാൻസ്ഫോമിനകത്ത് അത് കണ്ടിന്യൂസ് സിഗ്നൽസിനെ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്തിരുന്നത്. ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ്, അതിൻ്റെ തന്നെ ഡിസ്ക്രീറ്റ് കൗണ്ടർ പാർട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഫോർ ദ അനാലിസിസ് ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ, അതുപോലെ LTI സിസ്റ്റം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇസഡ് ട്രാൻസ്ഫോം യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ട അതിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ 2 സൈഡഡ് ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ ഈക്വൽ ടു എന്താണ്? എക്സ് ഓഫ് ഇസഡ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇസഡ് റേസ് ടു മൈനസ് എൻ. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഇക്വേഷനാണ് പറഞ്ഞിരിക്കുന്നത്. ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഈ ഒരു ഡിസ്ക്രീറ്റ് കൗണ്ടർ പാർട്ടാണ് നമ്മുടെ ഈ ഒരു ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. എക്സ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി, അത് എൻ എന്നാണ് വരിക, ടി അല്ല. ഇനി എക്സ് ഓഫ് എൻ എന്നാണ് വരുന്നത്. എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്ക്രീറ്റ് ആണ്. എൻ റെപ്രസെൻറ്റ്സ് ഡിസ്ക്രീറ്റ് ക്വാണ്ടിറ്റി. ഓരോരോ പോയിൻറ്റ്സിൽ ഓരോരോ പോയിൻറ്റ് വാല്യൂ ആണ് പറയുന്നത്, ടി അല്ല. അപ്പോൾ ഇൻറ്റു ഇസഡ് റേസ് ടു മൈനസ് എൻ. ഇസഡ് എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് വേരിയബിൾ ആണ്. അതിന് റിയൽ പാർട്ടും ഉണ്ട്, ഇമാജിനറി പാർട്ടും ഉണ്ട്. നമ്മൾ ഗ്രാഫൊക്കെ വരയ്ക്കുമ്പോൾ പറയാം. ഇനി ഇൻവേഴ്സ് ട്രാൻസ്ഫോമും പഠിച്ചു വയ്ക്കുക. എക്സ് ഓഫ് എൻ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇസഡ് ഇൻവേഴ്സിനെ എക്സ് ഓഫ് ഇസഡ് ചെയ്താൽ മതി. അപ്പോൾ അതങ്ങനെ ഇൻവേർട്ടിബിൾ ആണ് ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഇനി എന്താണ് റീജിയൻ ഓഫ് കൺവേർജൻസ്? റീജിയൻ ഓഫ് കൺവേർജൻസ് എന്താണ്? ഇപ്പോൾ എക്സ് ഓഫ് ഇസഡ് നമുക്ക് ഇസഡ് ട്രാൻസ്ഫോം ആണെന്ന് മനസ്സിലായി. എക്സ് ഓഫ് എന്നിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം ആണ് എക്സ് ഓഫ് ഇസഡ്. അപ്പോൾ ഈ എക്സ് ഓഫ് ഇസഡിന് ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ളൊരു വാല്യൂ എവിടെയൊക്കെ ഉണ്ടോ, ഇത് ഏതൊക്കെ ഇസഡിൻ്റെ വാല്യൂസിനുണ്ടോ ആ ഒരു ഏരിയ, ആ ഒരു റീജിയനാണ് റീജിയൻ ഓഫ് കൺവേർജൻസ്. കൺവേർജ് ചെയ്യുക എന്ന് വെച്ചാൽ ഫൈനൈറ്റ് വാല്യൂ ഉണ്ടായിരിക്കുക എന്നാണ് മീനിങ്. അപ്പോൾ എക്സ് ഓഫ് ഇസഡ് ഇസ് ദ ROC of x of z എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ വാല്യൂസ് ഓഫ് z ഫോർ വിച്ച് ദ സീരീസ് കൺവേർജസ്. അല്ലെങ്കിൽ എക്സ് ഓഫ് z അറ്റൈൻസ് എ ഫൈനൈറ്റ് വാല്യൂ. എക്സ് ഓഫ് z അറ്റൈൻസ് എ ഫൈനൈറ്റ് വാല്യൂ. ഇനി റീജിയൻ ഓഫ് കൺവേർജൻസിൻ്റെ കാര്യം പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പം സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എപ്പോഴും ഇതിലൊരു റിങ്, ഒരു ഇസഡ് പ്ലെയിനിലൊരു റിങ് ആയിരിക്കും. ഇസഡ് പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് ഓഫ് ഇസഡ്, വൈ ആക്സിസ് ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ROC റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് എ റിങ് ഇൻ ദ ഇസഡ് പ്ലെയിൻ സെൻറ്റേർഡ് അബൌട്ട് ഒറിജിൻ ആണ്. അതിനെപ്പറ്റി നമ്മളിനി പഠിക്കും. ROCനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ROCയിൽ റീജിയൻ ഓഫ് കൺവേർജൻസിൽ ദ വിൽ നോട്ട് ബി എനി പോൾസ് ഉണ്ടാവില്ല. അപ്പോൾ എക്സ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പറയുവാണ് റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ അതിൽ പോൾസ് ഉണ്ടാവില്ല. ഇനി ഈ എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിഗ്നൽ, അത് എക്സ് ഓഫ് എന്നിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ഓഫ് ഇസഡ് കണ്ടുപിടിച്ചു. അപ്പോൾ ആ ഒരു എക്സ് ഓഫ് ഇസഡിൻ്റെ ROC, അപ്പോൾ എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് ഒരു റൈറ്റ് ഹാൻഡഡ് സീക്വൻസ് ആണെന്ന് വിചാരിക്കുക. എക്സ് ഓഫ് എൻ ഈസ് എ റൈറ്റ് ഹാൻഡഡ് സീക്വൻസ്. റൈറ്റ് ഹാൻഡിലേക്ക് മാത്രമേ ഉള്ളൂ, 0 മുതൽ റൈറ്റ് സൈഡിലേക്ക് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ സൈക്കിളിന് ഔട്ട് സൈഡ് ആയിരിക്കും. അത് ഓർക്കുക. എങ്ങനെയാണ്? റൈറ്റ് ഹാൻഡ് സൈഡ് ആണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സർക്കിളിന് ഔട്ട് സൈഡ് ആയിരിക്കും. ഇനി അടുത്തത് ലെഫ്റ്റ് സൈഡഡ് ആണെങ്കിലോ ROC ഓഫ് ലെഫ്റ്റ് സൈഡഡ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും. പിന്നെ 2 സൈഡും ഉണ്ടെന്ന് വിചാരിക്കുക, അതായത് ഔട്ട് സൈഡും ഉണ്ട് ഇൻസൈഡും ഉണ്ട്. അപ്പോൾ എന്ത് വരുന്നു വെച്ചാൽ ആ ഇൻ്റർസെക്ഷൻ, അതായത് ഒരു റിങ് പോലെയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഔട്ട് സൈഡ് ആണെങ്കിൽ എപ്പോഴായിരിക്കും ഔട്ട് സൈഡ് ആവുന്നത്? റൈറ്റ് സൈഡ് സീക്വൻസ് ആണെങ്കിലാണ്. ഇനി ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ലെഫ്റ്റ് സൈഡാണ് എക്സ് ഓഫ് എൻ എന്നെങ്കിൽ അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ROC എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇൻസൈഡ് സർക്കിൾ ആയിരിക്കും. ഇനി ഡബിൾ സൈഡും ഉണ്ടെങ്കിലാണ് നമുക്ക് എങ്ങനെ വരിക? ഒരു റിങ് പോലെ, ഈ ഒരു സർക്കിളിൻ്റെ ഔട്ട് സൈഡും എന്നാൽ ഒരു പർട്ടിക്കുലർ ഇതിൽ മാത്രമായിട്ട്. അപ്പോൾ എന്താണ്? ഇങ്ങനെയൊരു റിങ് ഷേപ്പിലാണ് കിട്ടുക. ജസ്റ്റ് അതൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതേ ഉള്ളൂ.
ഇനി എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ കോസൽ ആണെങ്കിൽ, കോസൽ എന്ന് വെച്ചാൽ എന്താണ്? എക്സ് ഓഫ് എൻ ഈക്വൽ ടു 0 ഫോർ എൻ ലെസ് ദാൻ 0. 0ക്കാളും ലെസ് ദാൻ 0, എന്നിൻ്റെ വാല്യൂ 0നേക്കാളും ലെസ് ആണെങ്കിൽ അഥവാ നെഗറ്റീവ് ആണെങ്കിൽ എക്സ് ഓഫ് എന്നിൻ്റെ വാല്യൂ 0 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ വൺ സൈഡഡ് ഇസഡ് ട്രാൻസ്ഫോം ആണ്. തിരിച്ചാണെങ്കിലും വൺ സൈഡഡ് തന്നെയാണ്. ഇതാണ് റൈറ്റ് സൈഡ് ആണ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ആണ്. ഇസഡ് ഓഫ് എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞത് എക്സ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇപ്പം നോക്കുക, എവിടെ തൊട്ടാണ് എവിടെ വരെ. ഇപ്പോൾ കോസൽ ആണെങ്കിൽ, കോസൽ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതിയാൽ മതി? n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇസഡ് റേസ് ടു മൈനസ് എൻ, അങ്ങനെ എഴുതിയാൽ മതി. n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എന്ന് എഴുതിയാൽ മതി. ഇനി നോൺ കോസലാന്ന് വിചാരിക്കാം, അതായത് എക്സ് ഓഫ് എൻ ഈക്വൽ ടു 0 ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ 0നേക്കാളും ഗ്രേറ്റർ, ആ ഒരു 0 മുതൽ പോസിറ്റീവ് വാല്യൂ, അത് 0യും പോസിറ്റീവ് വാല്യൂസും എല്ലാം 0യാണ് വാല്യൂ. അങ്ങനെയാണെങ്കിൽ എക്സ് ഓഫ് എന്നിന് നെഗറ്റീവ് വാല്യൂസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എക്സ് ഓഫ് ഇസഡ് കണ്ടുപിടിക്കാൻ n ഈക്വൽ ടു -∞ ടു -1, 0 വരെ എഴുതുന്നില്ല, -∞ ടു -1 എക്സ് ഓഫ് എൻ ഇസഡ് റേസ് ടു മൈനസ് എൻ. ഇപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ ഡബിൾ സൈഡഡ് ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ പഠിച്ചു. ഇപ്പോൾ സിംഗിൾ സൈഡഡ് ആയിട്ട് 2 ഇക്വേഷൻ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ROC ആദ്യമേ പറഞ്ഞിരുന്നു, അത് തന്നെയാണിത്. സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് ഇസഡ് ഫോർ വിച്ച് എക്സ് ഓഫ് ഇസഡ് ഈസ് ഫൈനൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ROC ഫോർ എക്സ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദ യൂണിറ്റ് സർക്കിൾ ഇൻ ദ ഇസഡ് പ്ലെയിൻ, നോർമലി പറയുന്നതാണ്. ഇനി ROC ഓഫ് എക്സ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ റിംഗ് അല്ലെങ്കിൽ സർക്കിൾ ആയിരിക്കും. എപ്പോഴാണ് ആ ഒരു കോൺസെപ്റ്റ് ആദ്യം പറഞ്ഞത് ഓർത്ത് വയ്ക്കുക, എപ്പോഴാണ് വരുന്നത്? ഈ ഒരു ബോത്ത് സൈഡ് വരുമ്പോഴാണ്. ഇനി ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി പോൾ, അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ആ ഒരു ROCയിൽ പോൾസ് ഒന്നും ഉണ്ടായിരിക്കില്ല ആ ഒരു റീജിയൻ ഓഫ് കൺവേർജൻസിൽ. ഇനി റൈറ്റ് സൈഡഡ് സീക്വൻസ് ആണെങ്കിൽ ദാറ്റ് വിൽ നോട്ട് ഇൻക്ലൂഡ് ദ ഇൻഫിനിറ്റി. ലെഫ്റ്റ് സൈഡഡ് ആണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ഇൻക്ലൂഡ് ഇസഡ് ഈക്വൽ ടു 0. അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞ് ROCയുടെ കണ്ടീഷൻസ് ഓർത്തിരുന്നാൽ മതി. ഇനി അടുത്ത നമുക്ക് ഈ ഒരു റീജിയൻ ഓഫ് കൺവേർജൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് ആൻഡ് തിയറംസ് ആണ്. പ്രോപ്പർട്ടീസ് ആൻഡ് തിയറംസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രോപ്പർട്ടി ലീനിയാരിറ്റി പ്രോപ്പർട്ടിയാണ്. ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലീനിയർ ഇൻ നേച്ചർ. ലീനിയർ, ഇപ്പോൾ x1 ഓഫ് n എടുത്തു, അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം x1 ഓഫ് z ആണ്. x2 ഓഫ് n എടുത്തു, അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം ആണ് x2 ഓഫ് z. അങ്ങനെയാണെങ്കിൽ നമുക്ക് a1 x1 ഓഫ് n പ്ലസ് a2 x2 ഓഫ് n, ഇതിനെ നമുക്ക് x ഓഫ് n എന്ന് വിളിക്കാം. അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എന്തെഴുതാം? a1 ഇൻറ്റു ഈ x1 ഓഫ് എന്നിൻ്റെ ഇസഡ് ട്രാൻസ്ഫോമായ x1 ഓഫ് z പ്ലസ് a2 ഇൻറ്റു ഈ x2 ഓഫ് എന്നിൻ്റെ ഇസഡ് ട്രാൻസ്ഫോമായ x2 ഓഫ് z, ഇങ്ങനെ എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 2 സിഗ്നൽസ്, ഡിസ്ക്രീറ്റ് സിഗ്നൽസ് ഉണ്ട്, x1 ഓഫ് എന്നും x2 ഓഫ് എന്നും. അപ്പോൾ അതിനെ ഒരു വേരിയബിൾ, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ വെച്ചിട്ട് ഇപ്പോൾ a1 a2 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സം ചെയ്തിരിക്കുന്ന അതിനെ കമ്പൈൻ ചെയ്തിരിക്കുന്നതിനെ ഇസഡ് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻഡിവിജ്വലി എന്ത് ചെയ്യാം? ഇൻഡിവിജ്വലി സപ്പോസ് നമുക്ക് x1 ഓഫ് എന്നിൻ്റെ അറിയാം, x2 ഓഫ് എന്നിൻ്റെ ഇസഡ് ട്രാൻസ്ഫോംസ് അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ബിക്കോസ് ഇസഡ് ട്രാൻസ്ഫോം ഈസ് ലീനിയർ. അടുത്തത് ടൈം റിവേഴ്സൽ ആണ്. അടുത്ത പ്രോപ്പർട്ടിയാണ് ടൈം റിവേഴ്സൽ. ഇഫ് എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം ആണ് എക്സ് ഓഫ് ഇസഡ്, റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ R1 മുതൽ R2 വരെയാണ് ആ ഒരു സർക്കിൾ വരുന്നത്. ഇനി എക്സ് ഓഫ് മൈനസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് അറിഞ്ഞിരുന്നാൽ മതി. എക്സ് ഓഫ് ഇസഡ് റേസ് ടു -1 ആയിരിക്കും. എക്സ് ഓഫ് എന്നിൻ്റേത് എക്സ് ഓഫ് ഇസഡ് ആണെങ്കിൽ എക്സ് ഓഫ് മൈനസ് എന്നിൻ്റേത് എക്സ് ഓഫ് ഇസഡ് ഇൻവേഴ്സ്. ഇസഡ് വരുന്നിടത്തെല്ലാം എന്ത് വരും? ഇസഡ് ഇൻവേഴ്സ് വരും. അപ്പോൾ അതിൻ്റെ റീജിയൻ ഓഫ് കൺവേർജൻസും മാറുന്നു നോക്കൂ. 1/R2 ഇവിടെ എങ്ങനെയാണ്? 1/R1. ഈ ഒരു ആ ഒരു ഡിഫറൻസും നോക്കിക്കൊള്ളുക. അടുത്തത് ടൈം ഷിഫ്റ്റിംഗ്. ഇപ്പോൾ ടൈം റിവേഴ്സൽ പറഞ്ഞു, ഇനി പറയുന്ന ടൈം ഷിഫ്റ്റിംഗ്. ഇപ്പോൾ എക്സ് ഓഫ് എന്നിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം ആണ് എക്സ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ് ഓഫ് n മൈനസ് n0, അവിടെ n എന്നുള്ളതാണ് ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത്, ഡിസ്ക്രീറ്റ് ടൈമാണ്. അപ്പോൾ n മൈനസ് n0 എന്നങ്ങനെ ഷിഫ്റ്റ് ചെയ്തു. എക്സ് ഓഫ് n എന്നുള്ളത് എത്രയാക്കി? എക്സ് ഓഫ് n മൈനസ് n0. ഇപ്പോൾ എക്സ് ഓഫ് n എന്ന് പറഞ്ഞാൽ 0യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എക്സ് ഓഫ് n മൈനസ് 2 ഏതിൽ സ്റ്റാർട്ട് ചെയ്യും? 2ൽ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ ഓർത്താൽ മതി.
അപ്പോൾ ഇതിനെ എങ്ങനെ വരും ഇസഡ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുമ്പോൾ എക്സ് ഓഫ് ഇസഡ് ഇൻറ്റു എന്ത് ചെയ്താൽ മതി ഇസഡ് റേസ് ടു മൈനസ് എത്രയാണോ ഷിഫ്റ്റ് ചെയ്യുന്നത് അതായത് ഇസഡ് റേസ് ടു മൈനസ് എൻ സീറോ. ഇസഡ് റേസ് ടു മൈനസ് ഇവിടെ എൻ മൈനസ് ടു എന്നായിരുന്നെങ്കിൽ എന്ത് എഴുതുമായിരുന്നു ഇസഡ് റേസ് ടു മൈനസ് ടു ഇൻറ്റു എക്സ് ഓഫ് ഇസഡ്. അപ്പോൾ ഇതാണ് ടൈം ഷിഫ്റ്റിംഗ്. ഇതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആകുന്നതാണ്. ടൈം ഷിഫ്റ്റിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. അടുത്തത് സ്കെയിലിംഗ് പ്രോപ്പർട്ടിയാണ്. സ്കെയിലിംഗ് പ്രോപ്പർട്ടി സ്കെയിൽ ചെയ്യുക എന്ന് പറയും. എക്സ് ഓഫ് എന്നിൻ്റേത് എക്സ് ഓഫ് ഇസഡ് ആണെങ്കിൽ ഇനി എ റേസ് ടു എൻ ഇൻറ്റു എക്സ് ഓഫ് എൻ, എ റേസ് ടു എൻ ഇൻറ്റു എക്സ് ഓഫ് എൻ, അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എന്തായിരിക്കും എക്സ് ഓഫ് എന്താണ് എ ഇൻവേഴ്സ് ഓഫ് ഇസഡ്. ഈ എ ഇൻവേഴ്സ് ഓഫ് ഇസഡിന് ഇസഡിന് പകരമാണ് കൊടുത്തിരിക്കുന്നത് ഇൻ ബ്രാക്കറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് എക്സ് ഓഫ് ഇസഡ് അറിയാമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതായത് എ റേസ് ടു എൻ എക്സ് ഓഫ് എന്ന് കൊടുക്കുവാണ് നമുക്ക്. അപ്പോൾ അങ്ങനെ നമുക്ക് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് ഓഫ് ഇസഡിന് പകരം ഒക്കെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എ ഇൻവേഴ്സ് ഇസഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് വേണം വാല്യൂ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തോളുക, ദിസ് ഈസ് സ്കെയിലിംഗ് പ്രോപ്പർട്ടി. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടീസൊക്കെ ജസ്റ്റ് റൈറ്റ് ഡൗൺ ചെയ്ത് വയ്ക്കുക, ചിലത് നമുക്ക് ബൈ ഹാർട്ട് ചെയ്യേണ്ടതുണ്ട്. അടുത്തത് ഡിഫറൻഷിയേഷൻ പ്രോപ്പർട്ടി. ഡിഫറൻഷിയേഷൻ പ്രോപ്പർട്ടിയിലും ഇപ്പോൾ എക്സ് ഓഫ് എന്നിൻ്റേത് എക്സ് ഓഫ് ഇസഡ് ആണെങ്കിൽ എൻ ഇൻറ്റു എക്സ് ഓഫ് എൻ, എൻ ഇൻറ്റു എക്സ് ഓഫ് എൻ, അതിന് ഇപ്പോൾ ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ടിലാണ് ശരിക്കും വരുന്നത്. എൻ ഇൻറ്റു എക്സ് ഓഫ് എൻ അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം ആണ് എന്ത് മൈനസ് ഇസഡ് ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് ഡി എക്സ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇസഡ് ട്രാൻസ്ഫോം നമുക്കറിയാം, ആ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ഡെറിവേറ്റീവ് കണ്ടിട്ട് അതിൻ്റെ മൈനസ് ഇസഡ്, ഓക്കെ, ഇൻറ്റു മൈനസ് ഇസഡ്, അതിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും എന്ത് എൻ ഇൻറ്റു എക്സ് ഓഫ് എൻ. അല്ലെങ്കിൽ ഇങ്ങനെയും വിചാരിക്കാം, എക്സ് ഓഫ് എന്നിൻ്റേത് എക്സ് ഓഫ് ഇസഡ് ആണ്, എൻ ഇൻറ്റു എക്സ് ഓഫ് എൻ, അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഇസഡ് ട്രാൻസ്ഫോം കാണുകയാണെങ്കിൽ മൈനസ് ഇസഡ് ഇൻറ്റു ഡി ബൈ ഡി ഇസഡ് ഓഫ് എക്സ് ഓഫ് ഇസഡ് ആണ്. അപ്പോൾ ഇത് അറിയാമെങ്കിൽ ഡയറക്റ്റ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് ഈ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുമ്പോഴുള്ള ഉപകാരം. ഇനി അടുത്തത് കൺവല്യൂഷൻ പ്രോപ്പർട്ടി. കൺവല്യൂഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് ഓഫ് എൻ ഈക്വൽ ടു എക്സ് വൺ ഓഫ് എൻ, ഇതാണ് കൺവല്യൂഷൻ എക്സ് ടു ഓഫ് എൻ. അതിൻ്റെ ഇക്വേഷൻ നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു. ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ പറയുവാണെങ്കിൽ സിഗ്മ കെ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. നമ്മൾ നേരത്തെ കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ പഠിച്ചു, അപ്പോൾ ഇൻറ്റഗ്രൽ ആയിരുന്നു. ഇവിടെയാണെങ്കിൽ സിഗ്മ കെ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് വൺ ഓഫ് കെ ഇൻറ്റു എക്സ് ടു ഓഫ് എൻ മൈനസ് കെ, ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ ഈ ഒരു കൺവല്യൂഷനെയാണ് നമ്മൾ ഈ ഒരു ഇസഡ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നതെങ്കിൽ വളരെ എളുപ്പമാണ്. നമുക്ക് ഈ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എക്സ് വൺ ഓഫ് എൻ്റെ ഇസഡ് ട്രാൻസ്ഫോമും അതുപോലെ എക്സ് ടു ഓഫ് ടുവിൻ്റെ ഇസഡ് ട്രാൻസ്ഫോമും നമുക്ക് അറിയാമെന്ന് വിചാരിക്കുക. അതായത് എക്സ് വൺ ഓഫ് എന്നിൻ്റേത് എക്സ് വൺ ഓഫ് ഇസഡും എക്സ് ടു ഓഫ് എന്നിൻ്റേത് എക്സ് ടു ഓഫ് ഇസഡും ആണെങ്കിൽ അത് രണ്ടും വെറുതെ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. അതായത് കൺവല്യൂഷൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് അതിൻ്റെ ഇൻഡിവിജ്വൽ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ ജസ്റ്റ് വെറുതെ പ്രൊഡക്റ്റ് മാത്രമാണ്. ഇവിടെയാണെങ്കിൽ കൺവല്യൂഷനാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി, കൺവല്യൂഷൻ പ്രോപ്പർട്ടി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബാക്കി പ്രോപ്പർട്ടീസും നമുക്ക് അടുത്ത പ്രോബ്ലംസും ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കണ്ടിന്യൂസ് ടൈമിൽ യൂസ് ചെയ്യുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോമാണ്, ഡിസ്ക്രീറ്റിൽ യൂസ് ചെയ്യുന്നത് ഇസഡ് ട്രാൻസ്ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ആ ആർ ഒ സി എന്ന് പറഞ്ഞാൽ ചില പോയിൻറ്റ്സ് പറഞ്ഞത് അത് മാത്രം ഓർത്ത് വയ്ക്കുക. ഇനി ഈ പ്രോപ്പർട്ടീസും ഇനി അടുത്ത നമുക്ക് ബാക്കി പ്രോപ്പർട്ടീസും ബാക്കി പ്രോബ്ലവും അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.